ഓക്കെ, അസ്സലാമു അലൈക്കും. ഇത് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടത്. ദോശയും മീൻകറി. ഈ കാണുന്നത് ഇന്നലെ ലുലുവിൽ നിന്ന് വാങ്ങിയൊരു സാലഡാണ്. അതിൽ കുറച്ച് സാമ്പിളൊക്കെ എടുത്തത്. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 21 ആണ്, തിങ്കളാഴ്ചയാണ്. ഷോപ്പിലേക്ക് പോകാൻ ഇറങ്ങിയത് കേട്ടോ. നേരെ കടയിലേക്ക് പോയോട്ടെ. ഇന്നലത്തെ ഒരു ഹാങ് ഓവർ കാരണം നല്ലോണം ഉറങ്ങിപ്പോയി. രാവിലത്തെ വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. രാത്രി വന്നിട്ട് ചെയ്യണം. ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചാൽ കേട്ടോ. അവിടുത്തെ ശനിയാഴ്ചത്തോടുകൂടി വെള്ളം കൊണ്ടുപോയത് കഴിഞ്ഞപ്പോൾ ഫില്ല് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം ഞായറാഴ്ചത്തെ വീഡിയോ കണ്ടു വിചാരിക്കുന്നു. ഞായറാഴ്ച നമ്മൾ കോഴിക്കോട് പോയതായിരുന്നു. നേരത്തെ തിരിച്ചു പോകാനെന്ന് കരുതി പോയതാണ്. പക്ഷേ എങ്ങനെയാണല്ലോ, കോഴിക്കോടത്തെ തിരക്കും കാര്യങ്ങളൊക്കെ അറിയാലോ. എങ്ങനെയായാലും അവസാനം ലേറ്റ് ആവും. ഇവിടെ എത്തിയപ്പോൾ 10-12 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഷോപ്പിൽ പോട്ടെ. ബാക്കി നമുക്ക് അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ പറഞ്ഞാൽ കമൻറ്റ് തിരക്കാനും മറക്കരുത്. കൊണ്ടൊരു പോണ വയ്ക്ക് എണ്ണ അടിക്കാൻ നിർത്തിയതാണ്. ഫ്യൂല് കുറവാണ്. അപ്പോൾ സാധാരണ നമ്മൾ മഞ്ചേരിയിൽ നിന്നാണ് അടിക്കൽ. ഫുൾ ടാങ്ക് അടിക്കും. ചില സ്ഥലത്ത് പമ്പിൽ പോയിന്റ് ഉണ്ടാവും. നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോയിന്റ് കേടായി. ഇവിടെ എല്ലാത്തോണ്ടും ഒരു 100 റുപ്യക്ക് അടിച്ചിട്ടുള്ളൂ. നമ്മൾ ഷോപ്പിലെത്തിട്ടോ. കട തുറന്നിട്ടുണ്ട്. ഡോക്ടർ എത്തിയിട്ടില്ല. ഇന്ന് ഷഹന ഡോക്ടറാണ്. 10 മുതൽ 12 വരെ ഉണ്ടാവും. അപ്പോൾ തുറക്കണോടാ, ലേറ്റ് ആയോ? അപ്പോൾ നമുക്കിനി കുറച്ച് ഓർഡർ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്, അത് നോക്കാം. അപ്പോൾ ഷഹന ഡോക്ടർ എത്തിയാണ് കേട്ടോ. ഇനി 12 വരെ ഡോക്ടർ ഡ്യൂട്ടി ടൈമിലുണ്ടാവും. നമ്മൾ ഓർഡർ വിളിച്ച് പറഞ്ഞു. പക്ഷേ മരുന്ന് നിന്ന് ആദ്യത്തെ ലോഗിലാണ് അയക്കൽ. നമ്മൾ വിളിച്ച് പറഞ്ഞാൽ ലോഗിലാണ് അയക്കൽ. അതിൽ കുറച്ച് സാധനങ്ങളുള്ളത്. അപ്പം ലോഗിൽ വിടുന്നില്ല. പകരം റെസ്റ്റ് എന്തായാലും മഞ്ചേരി പോകുന്നുണ്ട്. ഓന് ഈ ശനിയാഴ്ച തിരിച്ച് അലിഗർക്ക് പോകാൻ കേട്ടോ. ഓന് അലിഗറിലാണ് പഠിക്കുന്നത്. അവിടെ അലിഗർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്, UP-യിൽ. അപ്പോൾ അവൻ്റെ ലീവ് കഴിഞ്ഞിട്ട് ശനിയാഴ്ച പോകും. അപ്പോൾ അതിൻ്റെ മുമ്പായിക്കാണ് മഞ്ചേരി പോയിക്കാണ് ഇമ്മച്ചിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉമ്മാനെ കൊണ്ട് പോകുന്നുണ്ട് മഞ്ചേരിക്ക്. അപ്പോൾ അവനോട് വരുമ്പോൾ മരുന്നെടുത്ത് പോരാൻ പറഞ്ഞൊക്കെയാണ്. അപ്പോൾ ഇനി നോക്കി കാര്യങ്ങൾ നോക്കാം. ഉച്ചയ്ക്ക് കാണാം. ഓക്കെ, നമുക്ക് പള്ളിയിൽ പോകാനായിട്ടോ. നൂറസ്കാരത്തിന് പോകാനായി. ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ടുണ്ട്. നമുക്ക് പള്ളിയിൽ പോയി വരാം. നിസ്കരിച്ചിട്ട് ഫുഡ് പാർസൽ വാങ്ങിയിട്ട് വരാം കേട്ടോ. ഒന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. പുറത്ത് പാർസൽ വാങ്ങിയിട്ട് ഒന്ന് പറഞ്ഞേൽപ്പിച്ച് പോവാം. ഇന്ന് വൈകുന്നേരം ഡോക്ടറില്ല, ഫ്രീ ആണ്. രാവിലെ തന്നെ ഉള്ളത്. ഓക്കെ, പള്ളി പോരാട്ടോ. അവിടെ വൈകുന്നേരത്തുള്ള കടികൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പള്ളി പോരാം. നല്ല വെയിലാട്ടോ. ഇന്ന് ടൗണിൽ തീരെ ആളില്ല, തിരക്ക് കുറവാണ്. നമുക്ക് നമ്മൾ മുജാഹിദ് പള്ളി പോകട്ടോ. നമസ്കാരം കഴിഞ്ഞിട്ടോ. നമുക്ക് ചില്ലീസിന് ഫുഡ് പാർസൽ. ചില്ലീസിന് എന്തെങ്കിലും പാർസൽ വാങ്ങിയിട്ട് പോവാം. ഷവായ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഷവായ വാങ്ങാം, അല്ലെങ്കിൽ അൽഫാം. ഷവായ കണ്ടിട്ട് അയക്കണേ. ഷവായ റെഡി ആക്കണോ? ഷവായ റെഡി ആക്കണോ? ഷവായ എടുക്കണേ. ഇത് നമ്മളെ സ്വന്തം ആളാട്ടോ. കെച്ചപ്പും പിന്നെ മൈനസും വേണ്ട കേട്ടോ. വേണ്ട. നമ്മൾ പാർസൽ കിട്ടിയിട്ടുണ്ട്. വേഗം ഷോപ്പിൽ പോട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉച്ചഭക്ഷണം നമ്മുടെ ചില്ലീസിൻ്റെ ഷവായ വിത്ത് സാലഡ് കഴിച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ പക്ഷേ പള്ളി പോരട്ടോ. നമുക്ക് അസർസ്കാരം കഴിഞ്ഞിട്ട് ചെയ്തിട്ട് ചായ കുടിക്കട്ടോ. പറയുമ്പോൾ ഇപ്പോൾ കർക്കിടകം പകുതി കഴിഞ്ഞ് ലാസ്റ്റ് ആവാനായെങ്കിലും മഴയുടെ ഒരു തുള്ളി പോലും കാണാനില്ല. അപ്പോൾ സ്വല കഴിഞ്ഞ് വന്നു. നമുക്ക് ഒരു ചായ പറയട്ടോ. ഒരു ചായ വിത്തൗട്ട് അസ്സേ നല്ല ടൂർ പറ്റും എന്താടാ.
വലിയ വീമ്പിളക്കി പോയതല്ലേ എന്തായി വലിയ സംഭവിക്കുന്ന ട്രിപ്പ് പോയതാ. പുള്ളി നിറഞ്ഞു കിടക്കാണല്ലോ. ഒന്ന് വിവരിച്ചു കൊടുക്കേ. ഇന്നലെ വലിയ വീമ്പിളക്കി പോയതല്ലേ. ഫുള്ള് നിറഞ്ഞു കിടക്കണമെന്ന് മറുപടിയാണ്. ചില ആൾക്കാരുണ്ട് സ്ഥിരം കസ്റ്റമർ ഓല് ഡേറ്റിംഗ് ആണ്, എണ്ണ ഒഴിവാക്കി, ഓയിൽ ഒഴിവാക്കി, പാൽ ഒഴിവാക്കി, അങ്ങനെ ബാക്കി വന്നത് ആൾക്കാരുണ്ട്. അങ്ങനെ ബാക്കി വന്നേക്കുള്ളത് ഓല് കഴിക്കാതെ ഒരു വൈകുന്നേരം പോകുമ്പോ 100-150 ബില്ലാണ് ഓല് കഴിക്കാതെ ബാക്കി വന്ന ബാക്കി വന്നാണ് ഇതൊക്കെ. അല്ല ഇനി പറയും ഇന്നലെ പോയി എന്തായി? ഇന്നലെ പോയിന്റെ കഥ പറയും. ഞങ്ങള് കടന്നുറങ്ങിയപ്പോഴാണ് പൊള്ളാണ് പോയി വന്നു. പിന്നെ എന്തിനാ പോണ്? വലിയ വീമ്പളക്ക് ഗ്യാസ് കുറ്റിയും ഒക്കെ സെറ്റാക്കിയാണ് പോകാൻ നോക്കിയതാ. അത് അവൻ്റെ പോക്കൊക്കെ ക്യാൻസൽ ആയിക്കണം. എന്തോന്ന് പറയണമെന്ന് കരുതിനു. കിട്ടിപ്പോയി. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓർമ്മക്കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറവ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളതിന് ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി പ്രൊഡക്റ്റാണ് വെല്ലാഞ്ചിയുടെ വെല്ലാട്ടോൺ എന്ന് പറഞ്ഞത്. ബ്രഹ്മിയും നെല്ലിക്കൊക്കെ ചേർത്ത് വരുന്ന ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് മറ്റു പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മൾ നസ്രീന വെല്ലാഞ്ചിറ ഡോക്ടർ നസ്രീന വെല്ലാഞ്ചിറ ഉണ്ടാകുന്ന കേട്ട് നോക്കൂ. ഞാനൊരു ചായ കുടിച്ചിരിക്കട്ടെ. നിങ്ങളുടെ കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധയില്ലായ്മയോ ഓർമ്മക്കുറവോ ഉണ്ടോ എങ്കിൽ അതിനൊരു പരിഹാരമുണ്ട്. വല്ലാഞ്ചേരിയുടെ വല്ലാട്ടോൺ ലേഹ്യം. ബ്രഹ്മി, ശംഖപുഷ്പം, നെല്ലിക്ക, വയമ്പ് തുടങ്ങി 30-ലേറെ ഔഷധ സസ്യങ്ങൾ ചേർത്ത് ശാസ്ത്രീയമായി നിർമ്മിച്ച ഈ ലേഹ്യം കുട്ടികളുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതിലെ ചേരുവകൾ കുട്ടികളുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും അതുവഴി പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവരെ സഹായിക്കുകയും ചെയ്യും. ഇത് ക്ലാസ് മുറികളിലെ കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും ഓർത്തെടുക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നു. മാത്രമല്ല ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് അവരെ ആരോഗ്യത്തോടെ ഇരിക്കാനും സഹായിക്കുന്നു. വല്ലാട്ടോൺ ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. കൂടാതെ വല്ലാഞ്ചിറയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ഇത് ലഭ്യമാണ്. അപ്പോൾ മരുന്ന് കൊടുത്തിട്ടോ പള്ളി പോയി വരാം. പള്ളി പോരട്ടോ. ബോർഡ് വെച്ചോടാ എത്തിയില്ല. അവിടെ അതിൻ്റെ ഉള്ളിൽ നോക്കി ചിലപ്പോൾ വേണ്ട അവിടെ ചാടിക്കണ്ടോ. ഓക്കെ നമുക്ക് നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി. നമ്മളെ വാക്യൂം ക്ലീനർ എന്തായാലും ചോദിച്ചോട്ടെ റെഡി ആയോ? കൊണ്ടുവന്നോ? കാർഡുണ്ടോ? ഇത് ഫോണിലുണ്ട് തോന്നുന്നു. ഞാൻ വിളിക്കാം, നാളെ രാവിലെ വിളിക്കാറാ. ഇത് ഡെയിലി വ്ളോഗാ. യൂട്യൂബിൽ ഇന്ന് രാത്രി പോസ്റ്റ് ചെയ്യും. നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഡെയിലി പോയി പള്ളിക്കോണ മാത്രം എന്തിനാ? അതാണ് അതേ ഉള്ളു നമ്മളെ കണ്ടന്റ്. വേറൊന്നുമില്ല. പിന്നെ പ്ലേയിലൊക്കെ പുറത്തേക്ക് പോകണം. അപ്പൊ ഇത് കണ്ടന്റായി. കുറെ ദിവസമായി ഇവിടെ കൊടുത്തിട്ട്. ഇവിടെ എന്തുണ്ടെങ്കിലും കൊണ്ടുവന്ന് കൊടുത്തോളൂ, എല്ലാം നന്നാക്കി തരും. നമ്മളത് ശരിയാവാത്തോണ്ടാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം പരമാവധി നോക്കിക്കണ്. വേറെ ഇവന്നൊക്കെ എടുത്ത് പണിയാൻ നോക്കിയാണ്. പക്ഷെ അതിന്റെ പാർട്സ് കിട്ടാറില്ല, അതുകൊണ്ട് ശരിയായില്ല. ബാക്കി നിങ്ങൾ എന്ത് സാധനം കൊണ്ടുവന്നാലും ഇവിടെ ഒരു പണിത് അത് ശരിയാക്കി തരും അല്ലേ? എത്ര ദിവസം കൊണ്ട് കൊടുക്കും സർവീസ് എന്ന സാധനങ്ങൾ? 15 ദിവസത്തിനുള്ളിൽ. അതെ 15 ദിവസത്തിന്റെ ഉള്ളിലെങ്കിലും നിങ്ങൾ തിരിച്ച് കൊണ്ടുപോകണമെന്ന്. അപ്പൊ അതിന് മുമ്പ് സാധനം റെഡിയാവും. എന്റെ എത്തിച്ചോളി. അപ്പൊ നമുക്ക് കടിക്കോട്ടോ. ഇത് നമ്മളെ സാധനമാണോ? നമ്മള് പാക്ക് ചെയ്യണ മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലോസിങ് ടൈം ആയിട്ടോ. 9 മണിയായി. എടുക്കുക. ടാറ്റ. അടച്ചോ. ആയിക്കോട്ടെ. ഓക്കെ. എനിക്ക് പാട്ട് പാടുമ്പോഴാണ് വലിയ പാട്ടുകാരാണ്. അപ്പൊ സൗണ്ട് ശരിയാക്കാൻ വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ പച്ചനെല്ലിക്ക മരുന്ന് കൊണ്ടേക്കോ. എല്ലാവരും വരും. എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉള്ള സാധനം നമ്മൾക്ക് റെഡിയാണ്. രാവിലെ മതി. രാവിലേക്ക് ഉണ്ടാവോ? നമ്മളടച്ചു. അസി ഒരു വിത്തൗട്ട് ചായയും 10 എത്രയാ? ഒരു വിത്തൗട്ട് ചായയും 10 എത്ര കൊടുക്കണ്ടേ? മധുരടാത്താണ്. അപ്പൊ വില കുറയില്ലേ? മിർലാളിന്റെ മാതിരി മധുരടാത്തിനാണ് ഇടങ്ങേറ് പറഞ്ഞിട്ട് പൈസ കൂട്ടുന്നത്.
അത് മറ്റേ കാക്കളറിന്റെ വരി വിത്തൗട്ട് ചായ. നമ്മളെ നെയ്ച്ചോറ് മറക്കണ്ട, നെയ്ച്ചോറുണ്ട്, അതിക്ക് പീസും ഉണ്ട് കേട്ടോ. വെറും വീഡിയോ മാത്രം പീസ് തപ്പ എടുക്കുക, ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് പീസ് ഇത് എടുത്തുകൊണ്ടിരിക്കാണ്. ഇതാണോ പീസ് എന്ന് പറഞ്ഞാൽ 1.5 പീസാണ്, ജസ്റ്റ് പീസ്. പോട്ടെ പോട്ടെ. ആ രാവിലെ കാണിക്കാൻ പറ്റില്ല, കട അടച്ചിട്ടെങ്കിലും കാണിക്കട്ടെ. അങ്ങനെ മൂപ്പര് എപ്പോഴും കാണാൻ കിട്ടൂല. അപ്പൊ കട അടക്കുമ്പോഴെങ്കിലും അടച്ചു പോണെങ്കിലും ഇത് കണ്ടോട്ടെ വരെ നമുക്ക് പോട്ടോ. അൽഹംദുലില്ലാ വീട്ടിലെത്തിട്ടോ. പിന്നെ ഇന്നലെ ഫണ്ടേ ആയിരുന്നു. നല്ലൊരു ഫണ്ടേ വ്ളോഗ് തന്നെ ഇന്നലത്തെ ഉണ്ടായിരുന്നത്. സാധാരണ സൺഡേ നമുക്ക് ഒരുപാട് പണി കാര്യങ്ങളുണ്ടാകുന്നുണ്ട്. പക്ഷെ ഇന്നലെ നല്ല ഫ്രീ ആയി. നമ്മൾ ഒരു കോഴിക്കോട് ട്രിപ്പൊക്കെ പോയിട്ടുണ്ട് ഫാമിലിക്കാരും കൂടിയിട്ട്. റെസ്റ്റ് ചെയ്യണം. അടുത്ത ദിവസം തന്നെ റെസ്റ്റ് തിരിച്ച് അലിഗർക്ക് പോകും. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയ ട്രിപ്പ് പോയതാണ് കാലിക്കറ്റിക്ക്. പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ രാവിലെ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷെ അത് ഇതുവരെ അതിൽ വന്നിട്ടില്ല. എന്തോ റിമൂവ്ഡ് നേരെ കാണിക്കുന്നുണ്ട്, അതിലെന്തോ വയലേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോയിൽ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് ഞാനും നാജിയൊന്നും നോക്കിയിട്ട് കണ്ടില്ല. നാജി എന്ന് പറഞ്ഞ എൻ്റെ കസിനാണ്, അവനാണ് അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അവനോടാണ് ഷെയർ ചെയ്യൽ. പക്ഷെ അതിൽ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിൽ അതുപോലെ പുല്ല് വെട്ടാൻ പോകുന്നൊരു സീനുണ്ട്. പക്ഷെ അതിൽ കത്തിയില്ല. ഞാൻ കത്തിയാണോ കുട്ടികളെ കൊണ്ട് കടപ്പുറത്ത് പോയതിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. അതോ കുട്ടികളെ സംബന്ധമായിട്ടുള്ള ചിൽഡ്രൻ സംബന്ധമായിട്ടുള്ള എന്തോ പ്രശ്നം കാരണം ആ വീഡിയോ അവിടെ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വൈകാതെ എഡിറ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയാം അതിൽ എന്താണ് വയലേഷൻസ് വരുന്നത്, എന്തിനാണത് ബ്ലോക്ക് ആക്കിയെന്നുള്ളത്. അതായത് വീട്ടിലെത്തി നല്ല വിശക്കുണ്ട്, പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ രാത്രിക്ക് ഇറച്ചിയും പൂളിയാണ് കേട്ടോ കഴിക്കാനുള്ളത്. ഇറച്ചിയും പൂളി നല്ല സ്മെല്ലടിക്കണ്ട്, കഴിച്ചിട്ട് കേട്ടോ. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു, ഫുഡ് ഓൾറെഡി കഴിച്ചതാണ്. അപ്പോൾ ഇനി ഫ്രഷായിട്ട് കിടക്കുക. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ മോങ്കാക്കു, നമ്മുടെ മൂത്താപ്പാൻ്റെ മോങ്കാക്കു ഖത്തർക്ക് ലീവ് കഴിഞ്ഞ് പോകാട്ടോ. അപ്പോൾ നാളെ രാവിലെ സുബേസ്കാരൻ കഴിഞ്ഞ് പോകും. സുബേസ്കാരൻ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോയോ കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം കിടക്കുക, അല്ലെങ്കിൽ രാവിലെ ഇരിക്കാനൊക്കെ നേരം കാര്യങ്ങളൊക്കെ തെറ്റും. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ പറഞ്ഞ് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം.